നമസ്കാരം. ജെസ്സി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കടകംപള്ളി സുരേന്ദ്രൻ, കെ സുരേന്ദ്രൻ, സുരേഷ് ഗോപി ഈ മൂന്ന് പേർക്കും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സാദൃശ്യമുണ്ട്. അതെന്താണെന്ന് വഴിയെ പറയാം. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വളരെ മുൻപ് തന്നെ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിഷയമായി ശബരിമല ഉയർന്നു വരുമെന്ന് വിവിധ ചാനലുകളുടെ അഭിപ്രായ സർവേകൾ പ്രവചിച്ചിരുന്നു. പക്ഷേ ഇലക്ഷൻ പ്രഖ്യാപിച്ചതോടെ ദൈവത്തെ ചൊല്ലി, പ്രത്യേകിച്ചും ശബരിമല വിഷയത്തിലൂന്നി വോട്ട് ചോദിക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഇതോടെ നിരാശരായത് BJPക്കാരും കോൺഗ്രസുകാരുമാണ്. ശബരിമല വിഷയത്തിൽ നന്നായി കുളം കലക്കി കാത്തിരിക്കുകയായിരുന്നു. ആ കുളത്തിൽ നിന്നും വോട്ട് തങ്ങളുടെ പെട്ടിയിലേക്ക് വീഴുമെന്ന് BJPക്കാരും കോൺഗ്രസുകാരും കരുതി. പക്ഷേ അതുണ്ടായില്ല. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമായി ഉന്നയിക്കരുത് എന്നു തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക നിർദ്ദേശം നൽകി. പക്ഷേ തങ്ങളുടെ നിലപാട്, തങ്ങളുടെ പ്രചരണ വിഷയം ശബരിമല തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് BJP നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും വ്യക്തമാക്കിയത്. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ BJPയുടെ പ്രകടന പത്രികയിൽ പോലും ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുമെന്ന ഉറപ്പും നൽകുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം തീർച്ച, BJP മുന്നോട്ട് വയ്ക്കുന്നത് ശബരിമല വിഷയം തന്നെയാണ് കേരളത്തിൽ. കോൺഗ്രസുകാരാകട്ടെ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് എടുക്കുന്നതിൽ പിന്നോട്ട് പോയി എന്നുള്ള ഒരഭിപ്രായം ശബരിമല വിഷയമുണ്ടായപ്പോൾ പല കോൺഗ്രസുകാർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വിശ്വാസങ്ങൾക്കൊപ്പമാണ്, ആചാരാനുഷ്ഠാനങ്ങൾക്കൊപ്പമാണ്, പക്ഷേ അക്രമികൾക്കൊപ്പമല്ല എന്നുള്ളൊരു നിലപാട് അവർ എടുക്കുകയും ചെയ്തു. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു സാദൃശ്യത്തിലേക്ക് വരാം. ശബരിമല വിഷയം അത് തുല്യത എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ പരിഗണിക്കുന്നത് എന്നു തന്നെയായിരുന്നു സർക്കാർ പ്രതിനിധികളും മന്ത്രിമാരുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉന്നയിച്ച ഒരു പ്രധാന വിഷയം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ക്ഷേമ പെൻഷനുകളടക്കം നൽകുന്ന പിണറായി സർക്കാർ, ആ പിണറായി സർക്കാരിന് വോട്ട് ചെയ്തില്ലെങ്കിൽ ദൈവം ചോദിക്കുമെന്നാണ് ഒരു പ്രസംഗമധ്യേ അദ്ദേഹം പറഞ്ഞത്. പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല ചോദിച്ചതുപോലെ ഭക്തരായ വിശ്വാസികളെ പേടിപ്പിച്ച് വോട്ട് നേടാനാണോ കടകംപള്ളിയുടെ ശ്രമം? അതായത് ദൈവം ചോദിക്കുമെന്നൊക്കെ പറയുന്നത് ഏതർത്ഥത്തിലാണ്? തുല്യതയും സമത്വവും വിശ്വാസവുമൊക്കെ ഒരേ നേർരേഖയിൽ വരുമ്പോൾ, അതും പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വരുമ്പോൾ വിശ്വാസത്തിന് ഒരല്പം പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഇത്തരം വാക്കുകൾ വ്യക്തമാക്കുന്നത്. ഇനി കെ സുരേന്ദ്രനിലേക്ക് വരാം. കെ സുരേന്ദ്രനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക ആ ഇരുമുടിക്കെട്ട് തൊട്ടാൽ കേരളം കത്തുമെന്നുള്ള ആ ഒരു സീനാണ്. സ്ഥാനാർത്ഥി ടിക്കറ്റ് കിട്ടി അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ ശബരിമല പ്രചരണ വിഷയമാക്കും എന്നു തന്നെയാണ് വ്യക്തമാക്കിയത്. ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പലപ്പോഴും ശബരിമല വിഷയം കയറി വരുന്നുമുണ്ട്. പക്ഷേ അടുത്തിടെ ഒരു ചാനൽ നടത്തിയ സർവേയിൽ പത്തനംതിട്ടക്കാർ ശബരിമല വിഷയത്തെ ഒരു വലിയ വിഷയമാക്കി ഉയർത്തുന്നില്ല, അല്ലെങ്കിൽ അവരത് വലിയ വിഷയമായി പരിഗണിക്കുന്നില്ല എന്നാണ് ആ സർവേ വ്യക്തമാക്കുന്നത്. അതെന്തുമായിക്കൊള്ളട്ടെ, കെ സുരേന്ദ്രനും പറഞ്ഞത് ശബരിമല വിഷയമാക്കും എന്നു തന്നെയാണ്. ഇനി സുരേഷ് ഗോപിയിലേക്ക് വരാം. അദ്ദേഹം കുറച്ചുകൂടി കടത്തി പറഞ്ഞാണ് മാധ്യമ ശ്രദ്ധ നേടിയത്, ഒപ്പം കളക്ടറുടെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും ഒക്കെ ശ്രദ്ധ നേടിയത്. അദ്ദേഹം പറഞ്ഞത് അയ്യപ്പനൊരു വികാരമാണെങ്കിൽ അത് കേരളത്തിലും ഇന്ത്യയിലും പ്രതിഫലിക്കും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. കളക്ടർ അനുപമ വിശദീകരണം ചോദിച്ചതോടുകൂടി മാധ്യമപ്രവർത്തകർ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിയോട് ആ വിഷയത്തിലുള്ളൊരു പ്രതികരണം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ദൈവത്തിന്റെ പേര് വിളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതെന്ത് ജനാധിപത്യം എന്നാണ് അദ്ദേഹം തിരിച്ചു ചോദിച്ചത്. യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ദൈവത്തെ വിട്ടൊരു കളിയില്ലെന്ന് തന്നെയാണ് ഈ സ്ഥാനാർത്ഥികളൊക്കെ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ വിശ്വാസികളുടെ വിശ്വാസം മുതലെടുക്കാനുള്ള
ശ്രമങ്ങൾ ഇവരിൽ നിന്നും സ്വമേധയാ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മനഃപൂർവ്വം ഉണ്ടാകുന്നു എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ BJP-കാരാണ് എന്ന് മാത്രം കരുതരുത്. തേങ്ങ ഉടച്ചുകൊണ്ട് പ്രചരണം തുടങ്ങുന്ന സ്ഥാനാർത്ഥികൾ, കാണിക്ക അർപ്പിച്ചുകൊണ്ട് പ്രചരണം തുടങ്ങിയ സി ദിവാകരൻ, വലിയ ഫ്ലക്സ് ശബരിമല വിഷയത്തിൽ, കുമ്മനത്തിൻ്റെ ഫ്ലക്സിനൊപ്പം തന്നെ ശബരിമല വിഷയം പ്രചാരണ വിഷയമാക്കിക്കൊണ്ടുള്ള ഫ്ലക്സ് അത് ട്വീറ്റ് ചെയ്തത് തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥിയായ ശശി തരൂരാണ്. പറഞ്ഞു വന്നത്, വിഷയം തുല്യതയും സ്ത്രീകളുടെ സ്വാതന്ത്ര്യമൊക്കെ ആണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ദൈവത്തെ വിട്ടൊരു കളിയില്ല എന്നു തന്നെ ചുരുക്കം. അതിപ്പോൾ നവോത്ഥാനം പറയുന്ന സർക്കാരിൻ്റെ മന്ത്രിയായാലും ശരി. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ജസിത സഞ്ജിത്ത് സൈനിങ് ഓഫ് ഫ്രം ജസി ടോക്സ്.